ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്നറിയാം എന്ന വാർത്തയുണ്ട്. BJP-യുടെ CP രാധാകൃഷ്ണനെ നേരിടാൻ പൊതുരംഗത്തു നിന്നുള്ളവരെയും പരിഗണിക്കുകയാണ്. ISRO മുൻ ഡയറക്ടർ M. അണ്ണാദുരൈയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരും. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ആളല്ല, മറ്റൊരു മേഖലയിൽ നിന്നൊരാളാകട്ടെ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. മമതാ ബാനർജിയുടെയൊക്കെ അഭിപ്രായവും സ്വരൂപിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഒരു അന്തിമ പ്രഖ്യാപനം വരിക? ഒപ്പം തന്നെ BJP NDAയുടെ ഒരു പാർലമെന്ററി പാർട്ടി യോഗവും നടക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലെ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നു വരുന്നുണ്ട്. ഈ ഒരു ചർച്ചകളിൽ 3 പ്രധാന പാർട്ടികൾ, അത് തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഒപ്പം തന്നെ RJD എന്നീ പാർട്ടികൾ അറിയിച്ച ഒരു നിലപാട് എന്നുള്ളത് രാഷ്ട്രീയേതര രംഗത്തു നിന്നുള്ള ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വേണം ഇന്ത്യ സഖ്യം അവതരിപ്പിക്കാൻ എന്നുള്ളതാണ്. ഈ 3 പാർട്ടികളുടെയും അഭിപ്രായം വളരെ ഗൗരവത്തോടു കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കേൾക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് DMK തങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ISROയിലെ മുൻ ഡയറക്ടർ M. അണ്ണാദുരൈ, മയിൽസ്വാമി അണ്ണാദുരൈയുടെ പേരാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് തുല്യനായ ഒരു എതിരാളി വേണം എന്ന ഒരു തീരുമാനം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി NDA അവതരിപ്പിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്ന് തന്നെയാണ് DMK കണക്കാക്കുന്നത്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യവും അവതരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിന് ഉചിതമായ ഒരു പേര് DMK മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് M. അണ്ണാദുരൈയുടെ പേര്. അദ്ദേഹം മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. കൂടാതെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 1, 2 ദൗത്യങ്ങളും മംഗൾയാൻ ദൗത്യത്തിലും നിർണായകമായ പങ്ക് വഹിച്ച ഇന്ത്യയുടെ ചാന്ദ്രമനുഷ്യൻ എന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ CP രാധാകൃഷ്ണൻ എന്ന BJP-യുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിക്ക് തക്കതായ എതിരാളി എല്ലാ തരത്തിലുമാണ് എന്നാണ് DMK ചൂണ്ടിക്കാണിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് തന്നെയാണ് M. അണ്ണാദുരൈയുടെ സ്വദേശം എന്നുള്ളത്. കൂടാതെ OBC വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നതെല്ലാം തന്നെ തുല്യനായ ഒരു എതിരാളി എന്ന ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തീരുമാനത്തിന് ഒപ്പം നിൽക്കുന്നതാണ്. അതേസമയം ഇന്നലെ നടന്ന യോഗത്തിൽ പ്രധാനമായും മഹാരാഷ്ട്രയിൽ നിന്നും NCP ശരത് പവാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയുടെ പേരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയേതര രംഗത്ത് നിന്ന് ഒരു പേര് എന്നതിന് കൂടെ നിൽക്കുന്നതാണ് എങ്കിൽ പോലും DMK മുന്നോട്ട് വച്ചിരിക്കുന്ന പേരിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചേക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തുല്യനായ എതിരാളി തന്നെയായിരിക്കും. നിലവിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലും പരിഗണനയിലുള്ള 2 പേരുകളും സജീവമായി ചർച്ച ആകുന്നുണ്ട്. ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതേസമയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് NDAയുടെ യോഗവും ചേരുന്നുണ്ട്. ക്രിസ്റ്റീന, ഹഷ്മി. ഓക്കെ, ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര്? അതും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ തന്നെ ആകുമോ എന്ന കാര്യമൊക്കെ നമുക്ക് ഇന്നൊരു ഫൈനൽ തീരുമാനം അറിയാം. എത്ര പേരെ സമാധാനിപ്പിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും എന്നുള്ളതാണ്.